നിയോഗത്താലി. അമ്മാവ കേൾക്കുന്നുണ്ടോ? ഏറെ നേരായിട്ടും അമ്മാവൻ തന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ലല്ലോ എന്ന് കരുതി ശ്രീനന്ദ വീണ്ടും എടുത്തു ചോദിച്ചു. അതേസമയം അവളുടെ ശബ്ദം ഒരു ഗുഹയിൽ നിന്നതുപോലെ അയാൾ കേട്ടു. മോളെ, അത് ഓരോ വാക്കും പറയാൻ അദ്ദേഹം കൂടുതൽ ബുദ്ധിമുട്ടുന്നുവെന്നറിഞ്ഞതും ശ്രീനന്ദയുടെ മനസ്സിലും ഒരു വല്ലായ്മ പടർന്നു. മോളെ, സംഗീത, അവൾ നമ്മളെയൊക്കെ ചതിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവളെ കാണാണ്ടായി. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവ വികാസങ്ങളെല്ലാം സജീവൻ ഒന്നിടപെടാതെ ശ്രീനന്ദയോട് പറഞ്ഞു. വല്ലാത്തൊരു ഞെട്ടലോടെയായിരുന്നു അവൾ അതെല്ലാം കേട്ടു നിന്നത്. എത്ര വേണമെന്ന് വെച്ചിട്ട് ശ്രീനന്ദയ്ക്ക് ആ സത്യങ്ങൾ ഉൾക്കൊള്ളാനായില്ല. സംഗീത ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു അമ്മാവനെ അമ്മായിയൊക്കെ ചതിക്കാൻ? ശ്രീനന്ദ വേദനയോട് ചോദിച്ചു. സജീവന്റെ സ്വരം ഇടറി. അതിൽ നിന്ന് അയാൾ കരയുവാണെന്ന് ശ്രീനന്ദയ്ക്ക് മനസ്സിലായി. എങ്ങനെ അമ്മാവനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ നിന്നു. അമ്മാവ, അമ്മാവ വിഷമിക്കല്ലേ. ഞാനൊരു ഷോപ്പിൽ വെച്ച് ചേച്ചിയെ കണ്ടു. അതാ ഞാൻ അമ്മാവനെ വിളിച്ചത്. ശ്രീനന്ദ മടിയോടെ പറഞ്ഞു. ഒരു നിവർത്തിയില്ലാത്ത ഏതോ ഒരുത്തിൻ്റെ ഒപ്പമാണ് ഇറങ്ങിപ്പോയത്. അവനാണെങ്കിൽ ജോലിക്കും വിലയ്ക്കും ഒന്നും പോകാത്തൊരുത്ത്. ഇവിടെ ഈ വീട്ടിൽ അവൾ എങ്ങനെ ജീവിച്ചതാ? രാജകുമാരിയെപ്പോലെയല്ലേ ഞാൻ അവളെ നോക്കിയത്. ഒന്നിനും ഒരു കുറവും വരുത്താതെ, എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അറിയിക്കാതെ വളർത്തി വലുതാക്കിയ മകള് ഇപ്പൊ ഏതോ കടയിൽ ജോലിക്ക് പോയി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ മോളെ? അമ്മായി, ഉള്ളിൽ അവരോട് ഒരുപാട് ദേഷ്യമുണ്ടെങ്കിൽ പോലും എന്തോ ആ സമയം അവരെക്കുറിച്ചൊന്ന് ചോദിക്കാൻ തോന്നി. അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ആറ്റുനൂറ്റ് കണ്ണേ കരളേ എന്ന് പറഞ്ഞ് വളർത്തിയ മോളല്ലേ. സാക്ഷിയേക്കാൾ കൂടുതൽ സ്നേഹം അവൾക്ക് സംഗീതയോടായിരുന്നു. പെട്ടെന്നൊരു ദിവസം സംഗീത ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിഞ്ഞപ്പോൾ സിന്ധുവിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആദ്യമൊക്കെ കരച്ചിലും വിളിയും ബഹളവും ഒക്കെയായിട്ട് വല്ലാത്തൊരവസ്ഥയായി. പിന്നെ പിന്നെ നാട്ടുകാർ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് വരാനും ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും തുടങ്ങി. പതിയെ പതിയെ സിന്ധു വല്ലാത്തൊരവസ്ഥയിലായി. ആരോടും സംസാരമൊന്നുമില്ല. എപ്പോഴും മുറിയടച്ചിരിക്കും. സാക്ഷിയോട് പോലും ഒന്നും മിണ്ടില്ല. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ എന്നോട് ചാടിക്കടിക്കാൻ വരും. ചില രാത്രികളിൽ ഉറക്കമില്ലാതെ മുറിയെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. അങ്ങനെ ഇരിക്കുകയാണ് ഞാനും സാക്ഷിയും കൂടി അവളെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയത്. വളരെ ചുരുങ്ങിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ നടന്നെന്ന് ശ്രീനന്ദയ്ക്ക് വിശ്വസിക്കാനായില്ല. എന്നിട്ട് എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? അവരുടെ കാര്യങ്ങൾ അറിയാൻ അവൾക്ക് തിടുക്കമായി. ഡോക്ടർ എന്തു പറയാനാ? പെട്ടെന്ന് സംഗീത അങ്ങനെ ഒരു ചതി ചെയ്തതിന്റെ ഷോക്ക് കൊണ്ടാണ് സിന്ധുവിന് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. കുറെ മരുന്നുകളൊക്കെ തന്നു. പക്ഷെ സിന്ധു ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ടിപ്പോ അമ്മായി വീട്ടിലുണ്ടോ? ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. തന്റെ ദുഃഖത്തിനിടയിലും ശ്രീനന്ദയെക്കുറിച്ച് അറിയാൻ ഒരു വല്ലാത്ത ആകാംക്ഷ തോന്നിയ അയാൾക്ക്. സുഖമായിരിക്കുന്ന അമ്മാവ. അല്ലെങ്കിലും നിനക്കെന്നും നല്ലതേ വരുമോളെ. എന്റെ കുട്ടിയെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിന്റെ കണ്ണുനീരിന്റെ ശാപമാണ് ഇപ്പൊ സിന്ധു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനകളെല്ലാം. അയാളുടെ ആ വാക്കുകൾ കേൾക്കെ പൊള്ളിപ്പിടിഞ്ഞുപോയി ശ്രീനന്ദ. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? ശപിക്കാനോ? ഞാനോ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനല്ല മോളെ. അറിയാതെയെങ്കിലും നിന്റെ 2 തുള്ളി കണ്ണീരാ തറവാട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും സിന്ധു മക്കളും. അല്ലാണ്ട് എന്റെ കുട്ടിക്ക് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാനും ശപിക്കാനും ഒന്നും കഴിയില്ലെന്ന് അമ്മാവൻ അറിയാലോ. അന്ന് ഞാൻ അവളോട് ആവുന്നത്ര പറഞ്ഞതാ നിന്നെ ദ്രോഹിക്കരുതെന്ന്. അന്ന് അവൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? സ്വന്തം മോളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ചതി നടന്നപ്പോ അവൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. സജീവൻ നെടുവീർപ്പോടെ പറഞ്ഞതും ഇനി എന്തു പറയണമെന്നറിയാതെ അല്പനേരം മൗനമായി നിന്നുപോയി ശ്രീനന്ദ. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ പറഞ്ഞു. ഞാൻ ഞാൻ പിന്നെ വിളിക്കാം അമ്മാവ. ശ്രീനന്ദയുടെ ഉള്ളിൽ സങ്കടം തിങ്ങി നിറഞ്ഞ് അവൾക്ക് അയാളോടൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഫോൺ വെച്ചതും ചെറിയൊരു പൊട്ടിക്കരച്ചിലോടെ ശ്രീനന്ദ അഥർവിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. മാളിന്റെ ഒത്ത നടുക്ക് നിന്നാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അഥർവ് നന്ദയെ തോളിത്തെറ്റി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ അതിനൊന്നും വഴങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ അവളെ ഇരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. കരയില്ലേ നന്ദ, എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
താമാ, നമുക്ക് തിരികെ പോകാം. ശ്രീനന്ദയുടെ മാനസികാവസ്ഥ അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച് അഥർവ് ശ്രീനന്ദയുമായി തിരികെ കാറിലേക്ക് തന്നെ കയറി. പോകുന്ന വഴി ശ്രീനന്ദ വിക്കിയും വരച്ചു അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഥർവിനോട് പറഞ്ഞു. വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അഥർവിനും. ഒപ്പം അന്ന് സംഗീത തന്നെ നോക്കിയ നോട്ടവും അവളുടെ ചില രീതികളും ഒക്കെ കണ്ടപ്പോൾ തന്നെ അഥർവിന് മനസ്സിലായി അവൾ ആളത്ര ശരിയല്ലെന്ന്. എന്നാലും ഈ വിധം അവൾ ഒരു കുടുംബത്തെ ചതിച്ചു കളയുമെന്നൊന്നും അപ്പോഴവൾ ചിന്തിച്ചിരുന്നില്ല. ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു കേട്ട അമ്മാവനെ ചതിക്കാൻ? അമ്മാവനൊരു പാവമായിരുന്നു. കാറിലിരുന്ന് അഥർവിന്റെ നെഞ്ചിൽ മുഖം ഉരുട്ടി കരഞ്ഞു ശ്രീനന്ദ പറയുകയാണ്, ചേച്ചി ചെയ്ത ഈ ചതി അമ്മാവൻ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അമ്മാവൻ കരഞ്ഞോണ്ട് എന്നോട് സംസാരിച്ചത്. ശ്രീനന്ദയുടെ വാക്കുകൾ വീണ്ടും ഇടറി. നന്ദി, താൻ ഇങ്ങനെ വിഷമിക്കാതെ. താൻ ഇങ്ങനെ സങ്കടപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്നാലും അമ്മായി ഇതൊക്കെ അറിഞ്ഞ് ആളിപ്പോ ഡിപ്രഷന്റെ സ്റ്റേജിലാണെന്നാ പറഞ്ഞേ. ശ്രീനന്ദ അത് പറഞ്ഞത് അഥർവിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. അവർക്ക് വേണ്ടി നീ കരയരുത് നന്ദി, അഥർവ് അല്പം കടുപ്പത്തി പറഞ്ഞു. മുൻപ് പലപ്പോഴേ സിന്ധു ശ്രീനന്ദയെ ദ്രോഹിച്ച കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ കാര്യം കേട്ടപ്പോൾ അഥർവിന് പ്രത്യേകിച്ച് അനുകമ്പയൊന്നും തോന്നിയില്ല. ഏട്ടൻ പറയുന്നൊക്കെ ശരിയാണ്. അവരൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ അമ്മായിയുടെ കുത്തുവാക്കും കുറ്റപ്പെടുത്തലും കേട്ടാണ് എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ അച്ഛനെ കണ്ടൊരു ഓർമ്മ പോലും ഇല്ല. എൻ്റെ വളരെ കുഞ്ഞിലെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഇങ്ങോട്ട് അമ്മാവനാണ് ആവും വിധം എല്ലാം എന്നെ നോക്കിയത്. 5ാമത്തെ വയസ്സിൽ അമ്മ കൂടി പോയതിനു ശേഷം കുറച്ചുനാൾ അമ്മായിക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവരോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും 22 വയസ്സ് വരെ അവരെനിക്ക് കഴിക്കാൻ ആഹാരവും കിടക്കാനൊരിടവും തന്നില്ലേ. പിന്നെ അമ്മാവനെ വരെ ചേർത്ത് എന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നിയത്. എന്നാലും ഏട്ടാ, അവരുടെ ജീവിതം ഇങ്ങനൊരു അവസ്ഥയിൽ വന്ന് എത്തി നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എവിടെയാണെങ്കിലും എന്നെ അവർ എത്ര ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും എന്നും എപ്പോഴും അവരൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഒരിക്കലും അവർക്ക് മോശമായിട്ടൊന്നും സംഭവിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ശ്രീനന്ദ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് വീണ്ടും കരയുകയാണ്. അഥർവ് അവളെ ഒരുവിധം ആശ്വസിപ്പിച്ചുകൊണ്ട് വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. അതേസമയം ഷോപ്പിങ്ങിന് പോയി കുറച്ച് ലേറ്റായി വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ രണ്ടുപേരും പോയി 1 മണിക്കൂർ പോലും തികയും മുമ്പ് വീട്ടിലെത്തിയതും ഇന്ദിര അത്ഭുതത്തോടെയാണ് അവരെ നോക്കിയത്. കരഞ്ഞു വീർത്ത മുഖവുമായി ഇന്ദിരയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട് ശ്രീനന്ദ അകത്തേക്ക് നടന്നതും അവർക്ക് കൂടുതൽ വെപ്രാളമായി. പിന്നാലെ അഥർവ്. അവൻ അവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടാണ് ഒപ്പം നടക്കുന്നത്. ഇന്ദിര നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, എൻ്റെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ പോയ കുട്ടികളല്ലേ? ഇന്ദിര കുറച്ചു സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി. അപ്പോഴായിരുന്നു അഥർവ് ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നത്. എന്താ മോനെ, എന്താ പറ്റി? നന്ദമോൾ എന്തിനാ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയത്? അഥർവിനെ മൊത്തത്തിൽ പിടിച്ചുലച്ചുകൊണ്ടാണ് ഇന്ദിര ചോദിച്ചത്. ഏയ്, ഒന്നുമില്ലമ്മേ. നോക്കഥർവ്, നീ കാര്യം പറയാതെ വെറുതെ ഒഴിഞ്ഞു മാറരുത്. എൻ്റെ നെഞ്ച് തീയാ. നീ പറ, എന്താ പറ്റി? ഇന്ദിരയുടെ വെപ്രാളം കണ്ടത് അഥർവ് കണ്ണു ചുരുക്കി അവരെ ഒന്ന് നോക്കി. അതോടെ അവന് മനസ്സിലായി താനും നന്ദയും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് കരുതിയാണ് അമ്മ ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്ന്. അമ്മേ, അമ്മ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മാളിൽ വെച്ച് കിടന്ന കാര്യങ്ങളെല്ലാം അവൻ അവരോട് പറഞ്ഞു. സംഗീതയെ കണ്ടതും അതേക്കുറിച്ച് സജീവനോട് വിളിച്ച് ചോദിച്ചതും പിന്നീട് സജീവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദിരയുടെ മുഖത്ത് ദുഃഖത്തേക്കാൾ കൂടുതൽ ആശ്വാസമായിരുന്നു. താൻ വിചാരിച്ചു വെച്ചിരുന്നത് തെറ്റായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ശ്വാസം നേരെ വീണ് കിട്ടി. പിന്നെയാണ് അവർ സജീവനെക്കുറിച്ച് പോലും ചിന്തിച്ചത്. കേട്ടപ്പോൾ അവർക്ക് ഒരു വല്ലായ്മ തോന്നി. ശോ, എന്നാലും ആ കുട്ടി എന്തിനാ ഇങ്ങനൊരു അവിവേകം കാണിച്ചത്? അതിനെപ്പറ്റി അവർക്കും വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോൾ ജീവിക്കുന്ന ലൈഫിൽ ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ പ്രഗ്നൻ്റ് ആയിട്ടും ഷോപ്പിംഗ് മാളിലൊക്കെ ജോലിക്ക് നിൽക്കുന്നത്. കേട്ടപ്പോൾ ഇന്ദിരയ്ക്കൊരു ഞെട്ടൽ. ആ, സ്വയം വരുത്തി വെച്ചതല്ലേ, അവർ മനസ്സിൽ പറഞ്ഞു.
ഇതിനാണോ നന്ദമോള് കരഞ്ഞോണ്ട് അകത്തു പോയത്? അഥർവിനോടായി അവരത് ചോദിച്ചപ്പോൾ അതേ എന്ന അർത്ഥത്തിലവൻ തലകുനിക്കി. കുറച്ചു കഴിഞ്ഞിട്ടും നന്ദ താഴേക്കിറങ്ങി വരാതായതോടെ ഇന്ദിര മുകളിലേക്ക് ചെന്നു. ശ്രീനന്ദ അവളുടെ സ്റ്റഡി റൂമിലുള്ള ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ഏറെ നേരം കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ദിര ചെന്ന് അവളുടെ മുടിയിലൂടെ മൃദുവായി തലോടിക്കൊണ്ട് അരികിലിരുന്നു. അടുത്തൊരാൾ പെരുമാറ്റം മനസ്സിലായതും ശ്രീനന്ദ പിടഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചു. അമ്മയാ മോളെ. അവരത് പറഞ്ഞതും തലയിണയെ വെച്ചിരുന്ന തലയെടുത്ത് അവൾ അവരുടെ മടിയിലേക്ക് വെച്ചു. ഇന്ദിര മെല്ലെ അവളുടെ മുടിയിഴകളിലൂടെ വിരലൊടിച്ചു. എൻ്റെ കുട്ടി, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇടയ്ക്കെപ്പോഴോ ഇന്ദിര പറഞ്ഞത്. ശ്രീനന്ദ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. ഞാൻ കരുതി നീയും അഥർവും തമ്മിൽ പിണങ്ങിയെന്ന്. അതുപോലല്ലായിരുന്നു ഒരാണ്ടിൻ്റെ പോക്ക്. ഒരാൾ കരഞ്ഞോണ്ട് പോകുന്നു, പിന്നാലെ മറ്റൊരാൾ സമാധാനിപ്പിച്ചുകൊണ്ട് വരുന്നു. ഈശ്വര, ഞാൻ നിന്ന നിൽപ്പില് ഭൂമി കുഴിഞ്ഞെങ്കിൽ താഴേക്ക് പോയാൽ മതിയെന്ന് ചിന്തിച്ചുപോയി. ഇന്ദിര വേവലാതിയുടേത് പറഞ്ഞപ്പോൾ അറിയാതെ ശ്രീനന്ദയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്നെ തീ തീറ്റിച്ചിട്ട് ചിരിക്കുന്നോ? അവളുടെ ചിരിയിലേക്ക് നോക്കി ഇന്ദിര ഒരു കള്ള പരിഭവത്തോടെ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റിരുന്ന് അവരുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചവൾ ഇന്ദിര മെല്ലെ അവളെ തട്ടി ആശ്വസിപ്പിച്ചു. ആരും ആ കുട്ടിയെ നിർബന്ധിച്ച് ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടതല്ല. സ്വയം തീരുമാനിച്ചെടുത്ത ഡിസിഷനല്ലേ. ഇനി വരും പോലെ വരട്ടെ. തീരെ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരട്ടെ. അല്ലാണ്ടിപ്പോ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മോള് വന്നേ, നമുക്ക് ചായ കുടിക്കാം. എത്ര നേരം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ശ്രീനന്ദ മുഖമൊക്കെ കഴുകി ഇന്ദിരയ്ക്കൊപ്പം താഴേക്ക് ചെന്നു. അഥർവും ആര്യൻകുട്ടനും അവിടെ കാര്യമായി എന്തോ സംസാരത്തിലാണ്. ആര്യൻകുട്ടൻ സ്കൂളിലെ സ്റ്റോറി ബുക്ക് എടുത്തു വെച്ച് അവൻ കാണിച്ചു കൊടുത്ത ഏതോ സ്റ്റോറി ബുക്ക് നോക്കി വായിച്ച് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അഥർവ്. അപ്പോഴേക്കും ഭവാനിയമ്മ ചായ ഇട്ടു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഇന്ദിര വീണ്ടും സംഗീതയുടെ കാര്യം എടുത്തിട്ടത്. സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മാധവനോട് ഇല്ലാതിരുന്നതിനെ തന്നെ അയാളൊന്നും അറിഞ്ഞില്ല. കുറച്ചു മുമ്പ് പുറത്തു പോയിട്ട് വന്നതേ ഉള്ളൂ മാധവൻ. ഇന്ദിര പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് മാധവന് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതായിപ്പോയി. മോളെ, ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും അവിടെയൊന്ന് പോകണം. പ്രത്യേകിച്ച് സജീവന്റെ വൈഫ് ഇങ്ങനെയൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടി കടന്നു പോവാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആശ്വസിപ്പിക്കണം. പിന്നെ അഥർവ് നമ്മുടെ റെസിഡൻസിലെ കേണൽ സാറിൻ്റെ മോൻ ധ്രുവൻ സൈക്കാട്രിസ്റ്റ് അല്ലേ? അവർക്കെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ധ്രുവന്റെ നമ്പർ കൊടുക്കുക. മാധവൻ അത് പറഞ്ഞപ്പോൾ അഥർവ് തലകുലുക്കിക്കൊണ്ടൊന്നും മൂളി. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ശ്രീനന്ദ റൂമിലെത്തിയ നേരത്താണ് അവളുടെ ഫോണിൽ പാർവതിയുടെ 1-2 മിസ് കോൾ വന്നത്. ഫോണെടുത്ത് ശ്രീനന്ദ പാറുവിനെ വിളിച്ചു. തുടരും.